ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും വന്നു കേട്ടോ. മാവു മുത്തശ്ശിയുടെ പൊന്നോമന മീൻകുട്ടൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ? കാണാത്തവർ ഇതിനു മുൻപുള്ള വീഡിയോ നോക്കൂ കേട്ടോ. അതെ, മുത്തശ്ശി മാവ് സങ്കടത്തിലാണ്. കാരണം എന്തെന്നോ, മീൻകുട്ടന് കളിക്കാൻ കൂട്ടുകാരില്ലാത്തതിനാൽ അവൻ പിണക്കത്തിലാണെന്ന്. മുത്തശ്ശിയുടെ വിഷമം കണ്ടപ്പോൾ എനിക്കും സങ്കടമായി. അപ്പോൾ ഞാൻ ഓർത്തു, നമ്മുടെ മാങ്ങാണ്ടി ഫൈറ്റർ ഫിഷിന് കൂട്ടുകാരെയും കളിസ്ഥലവും ഒക്കെ റെഡിയാക്കി കൊടുക്കാമെന്ന്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് അടുക്കളയിൽ നിന്നും പുറത്താക്കപ്പെട്ട വെജിറ്റബിൾ കട്ടിംഗ് ബോർഡാണ്. ഞാനുള്ളപ്പോൾ ഇത്രയും നാൾ നീണ്ട സേവനം കാഴ്ചവെച്ച ആ പാവത്തിന് പെൻഷൻ പോലും കൊടുക്കാതെ ഉപേക്ഷിക്കാനോ? നോ, നെവർ, ഒരിക്കലുമില്ല. അങ്ങനെ ഞാൻ കട്ടിംഗ് ബോർഡിന് വിദഗ്ധ സേവനത്തിനുള്ള അവാർഡ് കൊടുക്കാനായി തീരുമാനിച്ചു. അങ്ങനെ ബ്യൂട്ടി പാർലറിലൊക്കെ കൊണ്ടുപോയി ഫേഷ്യലൊക്കെ ചെയ്ത് ബോർഡിനെ വെളുപ്പിച്ചുകൊണ്ട് വന്നു. ഇനിയുള്ള മേക്കപ്പിന് ഞാൻ തന്നെ മേക്കപ്പ് മാൻ ആകാമെന്ന് കരുതി. ഷെടാ, ഇതിപ്പോ മേക്കപ്പ് മാൻ അല്ലല്ലോ, മേക്കപ്പ് വുമൺ അല്ലേ. അപ്പോൾ നല്ല നീല പെയിന്റും വെള്ള പെയിന്റും ഒക്കെ കൊടുത്ത് ബോർഡിനെ ഞാൻ സുന്ദരക്കുട്ടനാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നീലയും വെള്ളയും ഒക്കെ മിക്സ് ആയപ്പോൾ ഉള്ളൊരു എഫക്റ്റ്, അത് കണ്ടപ്പോൾ നമ്മുടെ ഫൈറ്റർ ഫിഷിന് മനസ്സിൽ ലഡ്ഡു പൊട്ടി. കഴിഞ്ഞ ജന്മത്തിൽ എവിടെയോ കണ്ടുമറന്ന സ്ഥലം പോലെ. എന്താണ് ഇവിടെ നടക്കുന്നതെന്നറിയാൻ അവൻ കാത്തിരിപ്പുണ്ട് കേട്ടോ. അവന്റെ സ്വപ്നം സഫലമാകുമോ എന്നറിയാനുള്ള കാത്തിരിപ്പ്. ആ കാത്തിരിപ്പ് വെറുതെ ആവാൻ പാടില്ലല്ലോ. അങ്ങനെ വാട്ടർമെലൺ സീഡ്സും ഓറഞ്ച് സീഡ്സും കൊണ്ട് ഞാൻ അവനൊരു കളിത്തട്ട് ഒരുക്കുകയാണ്. പിസ്ത ഷെല്ലും കൂട്ടിനുണ്ട് കേട്ടോ. മീൻകുട്ടന് നീന്തി തുടിക്കാൻ വെള്ളം മാത്രം പോരല്ലോ, കല്ലും മണലും ഒക്കെ വേണ്ടായോ? അല്ല, അത്രേ മതിയോ? പോരല്ലോ. അവൻ പറയുന്ന കഥകൾ കേട്ട് തലയാട്ടാൻ പവിഴപ്പുറ്റുകളും ഒളിച്ചു കളിക്കാൻ കൂടെ സ്റ്റാർ ഫിഷുകളും ഒക്കെ വേണ്ടേ? അടുത്തത് മീൻകുട്ടൻ നീന്തി തുടിക്കുമ്പോൾ തലയാട്ടി നൃത്തം വെക്കുന്ന പവിഴപ്പുറ്റുകൾ തന്നെ ആവട്ടെ അല്ലേ? ഇതിനായി ആപ്പിളിനെ പൊതിഞ്ഞ് സംരക്ഷിച്ച ഫോം നെറ്റിനെ ഗ്രൂമിംഗ് നടത്തി സെറ്റാക്കുന്നുണ്ട്. പിങ്ക് സ്പോഞ്ച് സൈഡിൽ നിന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് ആ പിങ്ക് കളറിലുള്ള പവിഴപ്പുറ്റ്. പിന്നെ കണിക്കൊന്നപ്പൂ ഉണ്ടാക്കിയിട്ട് മിച്ചം വന്ന ഇത്തിരി മഞ്ഞ പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്തെടുത്ത മഞ്ഞ പവിഴപ്പുറ്റുകൾ. പിന്നെ ആ ഗോൾഡൻ കളർ ഉള്ളത് മിൽക്ക് പോഡുകളാണ്. വയലറ്റ് കളറും ബ്രൗൺ കളറും പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആണ്. കട്ട് ചെയ്ത് തീയിൽ ഉരുക്കി സ്റ്റൈലാക്കിയതാണവ. നീളത്തിൽ ബോട്ടിൽ കട്ട് ചെയ്തെടുത്ത് അതിൽ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് ചൂടടുപ്പിച്ചാൽ മതി. പിന്നെ ഇത്തിരി ചരടും. അങ്ങനെ പല നിറത്തിലുള്ള പവിഴപ്പുറ്റുകൾ റെഡി. സ്റ്റാർ ഫിഷിനെ ഉണ്ടാക്കുന്നത് സ്പോഞ്ച് കൊണ്ടാണ് കേട്ടോ. സ്റ്റാർ വരച്ച് കട്ട് ചെയ്ത് കളർ കൊടുത്തു. അങ്ങനെ മീൻകുട്ടൻ സ്വപ്നം കണ്ടതുപോലെ അവന് കൂട്ടുകാരെ കിട്ടി. ഇനി അവൻ ഒറ്റപ്പെടില്ല. മാവു മുത്തശ്ശി ഇതൊക്കെ കണ്ട് എന്നെ നോക്കി പുഞ്ചിരിയോടെ തലയാട്ടി. മുത്തശ്ശിക്ക് സന്തോഷമായി. പല വർണ്ണത്തിലുള്ള പവിഴപ്പുറ്റുകൾക്കും ചേട്ടാനിയന്മാരായ സ്റ്റാർ ഫിഷുകൾക്കും ഒപ്പം മീൻകുട്ടൻ സന്തോഷത്തോടെ തന്റെ ജീവിതം തുടങ്ങുകയായി. കളിചിരികളുമായി അവർ സ്വർഗം തീർക്കട്ടെ. അവിടിനി നമ്മൾ എന്തിനാ ശല്യമാകുന്നേ? അവരായി അവരുടെ പാടായി. അവരെ പോലെ നമുക്കും നമ്മുടെ ലൈഫിലും കളിചിരികളാൽ സ്വർഗം തീർക്കാം. ഒറ്റപ്പെട്ടിരിക്കുന്നവരെ പുഞ്ചിരിയോടെ ചേർത്ത് നിർത്താം. ഒരു പുഞ്ചിരി നാം മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഹൃദയത്തിൽ ഉലാവുന്നു നിത്യപൗർണമി എന്ന് കവി പാടിയതുപോലെ മറ്റുള്ളവർക്ക് ഒരു നറുചിരി സമ്മാനിച്ച് ആ പൂർണ്ണചന്ദ്രനെ നമുക്കും സ്വന്തമാക്കാം. ആ നിലാവെളിച്ചത്തിൽ സ്വപ്നങ്ങൾ നെയ്യാം. അപ്പോൾ പിന്നെ കാണാമേ. ബായ്.